പത്രോസറിന്റെ കടയിൽ ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അവിടെ വന്നൊരു ചേട്ടൻ പറഞ്ഞത്, ചില്ലിക്കൊമ്പൻ എന്റെ വീടിന്റെ അവിടെ ഉണ്ടെന്ന്. നമുക്ക് അങ്ങോട്ട് പോകാം, ഇപ്പൊ പോയി അവനെ കാണാമെന്നും പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളെ അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ചില്ലിക്കൊമ്പനെന്ന് നേരിട്ട് കണ്ടിട്ടുള്ളവർക്കൊക്കെ എന്തായാലും ചില്ലിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ലുക്ക് കൊണ്ട് മാത്രമല്ല, അവന്റെ സ്വഭാവം കൊണ്ടും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു അവൻ. ഇവനെപ്പറ്റി കേട്ടറിഞ്ഞ് നെല്ലിയാമ്പതി കയറുന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു പ്രാവശ്യമെങ്കിലും ചില്ലിനെ ഒന്ന് കാണണമെന്ന്. ആളയാർ പൊള്ളാച്ചി ഭാഗത്തുള്ള വാച്ചേഴ്സാണ് ഇവനെ ആദ്യം ശ്രദ്ധിക്കുന്നത്. അന്ന് അവന്റെ കൊമ്പുകൾ കണ്ട് അവന് കൊടുത്ത പേര് സുള്ളിക്കൊമ്പൻ എന്നായിരുന്നു, മരത്തിന്റെ ചില്ല എന്നുള്ള അർത്ഥത്തില്. പിന്നീട് അവൻ അവിടെ നിന്ന് മാറി നെല്ലിയാമ്പതി അവന്റെ തട്ടകമാക്കിയപ്പോൾ ആ പേര് ചില്ലിക്കൊമ്പൻ എന്നായി. മുളക് പോലെയുള്ള കൊമ്പുകളായതുകൊണ്ടാണ് ഇവനെ ചില്ലിക്കൊമ്പൻ എന്ന് വിളിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പിന്നെ മറ്റു കൊമ്പന്മാരെ പോലെയൊന്നുമല്ല, മൂപ്പര് അത്യാവശ്യം ചില്ലാണ്. എന്തുകൊണ്ടും ചേർന്നു പോകുന്ന ഒരു പേര് തന്നെയായിരുന്നു ചില്ലിക്കൊമ്പൻ. ഇവന് വീടിന്റെ അടുത്ത് വന്ന് ഇവിടുത്തെ ചെടികളൊക്കെ തിന്നാണ്. അത് ഭയങ്കര രസമായിട്ട് അവൻ ചെയ്യുന്നത്. ആ വീടിന്റെ ഓട് തൊടാത്ത രീതിയിൽ സൈഡിൽ നിന്ന് അവൻ പരമാവധി എത്തിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. അവനൊന്ന് വിചാരിച്ച അവൻ ആ വീടിന്റെ ഓടൊക്കെ തകർക്കാം. പക്ഷെ അവൻ അതിലൂടെ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. അത് ഇവിടുത്തെ നാട്ടുകാർക്കും അറിയാം. എല്ലാ ആനകളെ പോലെ ചില്ലിക്കും ഇഷ്ടം ചക്കയും മാങ്ങയും പിന്നെ പുളിയൊക്കെയാണ്. ഞങ്ങളീ പോയ സമയത്ത് ചക്കയൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം അവൻ ലക്ഷ്യമിട്ടേക്കുന്നത് ഇവിടുത്തെ പേരമരത്തെയായിരുന്നു. ഓരോ പേരമരത്തിൽ നിന്നും അവൻ പേരയ്ക്ക പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ നാട്ടുകാര് ചില്ലിനോട് സംസാരിക്കുന്ന കേട്ട ശരിക്കും കുട്ടികളോട് സംസാരിക്കുന്നത് പോലെയാണ്. ഈ മരം പൊട്ടിക്കുമ്പോൾ ഇവര് പറയുന്നുണ്ടായിരുന്നു, എടാ നീ പേരയ്ക്ക പൊട്ടിക്ക്, ഈ മരം മുഴുവനോട് പൊട്ടിക്കല്ലേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നത് ഒരു ആന വരുമ്പോഴേക്കും ആളുകളൊക്കെ വളരെയധികം പാനിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ നേരെ തിരിച്ചാണ് കണ്ടത്. ആരും അങ്ങനെ പാനിക്കാവാതെ വളരെ കൗതുകത്തോടെയും സ്നേഹത്തോടെയും മാത്രമാണ് അവനെ നോക്കി നിൽക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പം മൂപ്പര പ്ലാവിന്റെ അടുത്തേക്ക് വന്ന് ചക്കയൊക്കെ ആയിട്ടുണ്ടോയെന്ന് നോക്കുന്നുണ്ടായിരുന്നു. ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും രണ്ട് കുലുക്കൊക്കെ കുലുക്കി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് മാറിയത്. ഇവന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, രാവിലെ ഇവൻ കുറച്ചു നേരം പുറത്തിറങ്ങി ഇവിടുന്ന് അവന് കഴിക്കാൻ പറ്റുന്നൊക്കെ കഴിക്കും. അതായത് ഇവിടുത്തെ പ്ലാവിൽ നിന്നും മാവിൽ നിന്നൊക്കെ ചക്കയും മാങ്ങയൊക്കെ കഴിച്ച് പിന്നീട് വെയിൽ വരുന്നതോടുകൂടി അവൻ മെല്ലെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അവൻ അവിടെ മണിക്കൂറോളം നിൽക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നോ കടന്നോ ഒക്കെ ഉറങ്ങും. അതും അല്ലെങ്കിൽ ചിലപ്പം കാടിനുള്ളിൽ ഒരു റൗണ്ടൊക്കെ അടിച്ച് മെല്ലെ അവൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. ഞങ്ങളുടെ ഇതിനു മുന്നത്തെ ചില്ലിക്കൊമ്പൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പോൾ അവൻ വെയിലൊക്കെ വന്നപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറി നിന്നു. പിന്നീട് അവൻ വൈകുന്നേരം വരെ പുറത്തിറങ്ങാതെ അവിടെ തന്നെ നിന്നു, എവിടെയും പോയില്ല. അവിടെയുള്ള ചെടികളും പുല്ലൊക്കെ പറിച്ചു കഴിച്ച് അവൻ അവിടെ തന്നെ നിന്നു. ഇതിൻ്റെ ഒരു രസം എന്താന്ന് വെച്ചാൽ, ചില്ലിക്കൊമ്പൻ നെല്ലിയാമ്പതിയിലുണ്ടെങ്കിൽ ഇവിടെയുള്ള മിക്ക ആളുകൾക്കും അറിയാം ഇനി അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അത് അവർ കറക്റ്റായിട്ട് പറയും. അത് അതുപോലെ തന്നെ ആയിരിക്കും. അവൻ തേയിലത്തോട്ടത്തിലൂടെ ഒക്കെ നടന്ന് കാട്ടിലേക്ക് കയറി പോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എപ്പോഴും അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അവൻ അവിടെ കറങ്ങി നേരെ ഈ റോട്ടിലേക്ക് വരുമെന്ന്. അവർ പറഞ്ഞതുപോലെ തന്നെ ചില നേരെ റോട്ടിലേക്ക് വന്നു. അവൻ അവിടെയുള്ള വീട്ടിലെ ചെടികളൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു.
ചില്ലിക്കൊമ്പിന് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ ആയിരുന്നു. സേഫ് സോൺ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഈ ആനകൾ അങ്ങനെ എല്ലായിടത്തൊന്നും കടന്നുറങ്ങാറില്ല. അവർക്ക് ത്രെറ്റ് ഒന്നുമില്ല, സേഫാന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ അവർ കടന്നുറങ്ങാറുള്ളൂ. അവന് കഴിച്ചു മടുത്ത് എവിടെയാണോ കിടക്കാൻ തോന്നുന്നത് അവിടെ കടന്നുറങ്ങും. ചില്ലിക്ക് നെല്ലിയാമ്പതി അങ്ങനെയായിരുന്നു. നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് വാച്ചറായ അജി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഈ ചില്ലിക്കൊമ്പൻ റോഡിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിൽ കടന്നുറങ്ങിയെന്ന്. അതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്നും അവനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഇവരെ മണിക്കൂറോളം അവൻ എണീക്കുന്നത് വരെ അവിടെ കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും അല്ലേ? ഒരു ആന കടന്നുറങ്ങി എണീക്കുന്നത് വരെ ഫോറസ്റ്റ് വാച്ചേഴ്സ് കാവലിൽ നിൽക്കുക. ഞാൻ കേട്ടിട്ടുള്ള ബാക്കി സ്ഥലത്തൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് അവരെ ഓടിച്ചു വിടുക എന്നാണ്. ഈ സ്റ്റോറീസൊക്കെ ശരിക്കും പറഞ്ഞാൽ കൗതുകം നിറയ്ക്കുന്നത് തന്നെയാണ്. ചില്ലിനെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ചില്ലിനെ പറ്റി പറയാൻ ഓരോ കഥകളുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്കാണെങ്കിലും ഇവിടെ വന്ന യാത്രക്കാർക്കാണെങ്കിലും ചില്ലിനെ കണ്ടവർക്കൊക്കെ ഇവനെപ്പറ്റി ഓരോരോ കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ആനകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ചില്ലിക്കൊമ്പൻ. ഞാൻ രോഹിതേട്ടനെ കണ്ടുമുട്ടിയ നാളെ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണ് ചില്ലിക്കൊമ്പൻ. ഞങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് ക്ലീനിങ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് മിക്ക മാസങ്ങളിലും വരാറുണ്ട്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കിവനെ കാണാൻ പറ്റിയത്. അങ്ങനെ ഒരു ക്യാമ്പിന് വന്ന് ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് പത്രോസാറിന്റെ ഇടയിൽ ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ചില്ലി അവിടെ ഒരു വീട്ടിലുണ്ടെന്ന് അറിയുന്നത്. ചില്ലിനെ ഇതുവരെ കാണാത്ത എനിക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ വീട്ടിലേക്ക് വന്നു. അവിടെ ചെന്നപ്പം ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. ചില്ലിയാണെങ്കിൽ ആ വീടിന്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചി എൻ്റെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് ചില്ലിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അവരുടെ അടുക്കളയിൽ നിന്ന് ഞാൻ കണ്ട കാഴ്ച ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ചില്ലിക്കൊമ്പൻ അവിടെ ഒരു മാവും കിളിച്ച് ആ മാവിലെ മാങ്ങയൊക്കെ പറിച്ച് കഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വയനാട്ടുകാരിയാണ്. ഞാൻ ഇഷ്ടം പോലെ ആനകളെയും കണ്ടിട്ടുണ്ട്, ആനക്കഥകളും കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ യാത്രയിലും കുറേ ആനകളെ കാണാനും കുറേ കഥകളൊക്കെ കേൾക്കാനും ഇടയായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഇതെന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. ഞാൻ വേറെ എവിടെയും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. വീടിന്റെ ഇത്ര അടുത്ത് ആന വന്ന് നിന്നിട്ട് ഈ വീട്ടുകാരും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എന്ത് കാമായിട്ട് അവിടെ നിൽക്കുന്നതെന്നറിയോ? അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവനെ മാങ്ങയൊക്കെ പറിച്ചു നിന്നിട്ട് ഇവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ചിലപ്പം രാത്രിയൊക്കെ ഇവിടെ കടന്നുറങ്ങി രാവിലെ ആയിരിക്കും ഇവിടെ നിന്ന് പോകുക എന്ന്. അതിനുശേഷം നെല്ലിയാമ്പതിയിലേക്ക് വരുമ്പോഴൊക്കെ ചില്ലിക്കൊമ്പനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും കണ്ടിട്ടുമുണ്ട്. ചില്ലിതേ ഇവിടെ വന്ന് ഇവിടെ നിന്ന് അവന്റെ ശരീരത്തിലേക്ക് ചെളി വാരി എറിയുകയാണ്. ഇവൻ പലപ്പോഴും മേത്ത് മണ്ണ് വാരി ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ചില്ലിയുടെ ശരീരത്തിലേക്ക് ചെളി വാരി എറിയുന്നത് കാണുന്നത്. കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതൊരു രസകരമായ കാഴ്ചയാണെങ്കിലും ആനകൾക്കത് അങ്ങനെയല്ല. ആനകൾക്ക് ഇത് അവരുടെ സർവൈവൽ ടെക്നിക്കാണ്. അങ്ങനെ പറയാൻ കാരണം ആനകളുടെ ശരീരം വളരെ വലുതാണെങ്കിലും നമ്മൾ മനുഷ്യന്മാരെ പോലെ ശരീരം മുഴുവനും വേർപ്പ് ഗ്രന്ഥികൾ ഇവയ്ക്കില്ല. അതുകൊണ്ട് ഇവയുടെ ശരീരത്തിൽ നിന്ന് ചൂട് പുറത്തേക്ക് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെ ശരീരത്തിലേക്ക് മണ്ണും ചെളിയൊക്കെ വാരിയിടുമ്പോൾ ഈ മണ്ണിന്റെ പാളി ശരീരത്തിലെ ഈർപ്പം കുറച്ചു നേരം നിലനിർത്തുകയും ശരീരം തണുപ്പായി സൂക്ഷിക്കാൻ ഇവരെ സഹായിക്കും. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പോലെ ആനകൾക്ക് അവരുടെ സൺസ്ക്രീൻ പ്രകൃതി തന്നെ ഒരുക്കിയതാണ് ഈ മണ്ണ്. ആനകളുടെ തൊലി നല്ല കട്ടിയുള്ളതാണെങ്കിലും ചില ഭാഗങ്ങളൊക്കെ സെൻസിറ്റീവാണ്. ഡയറക്റ്റുള്ള സൺലൈറ്റിൽ നിന്ന് ഇവർക്കൊരു പ്രൊട്ടക്ഷനാണ് ഇങ്ങനെ മണ്ണും ചെളിയൊക്കെ തേക്കുന്നത്. പിന്നെ കാട്ടിൽ ജീവിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കൊതുകുകളും ഈച്ചകളും ചെറിയ പ്രാണികളും ചെള്ളും പോലെയുള്ള ജീവികൾ ഇത്ര വലിയ ആനകളെ വരെ ബുദ്ധിമുട്ടിക്കും. മണ്ണ് ശരീരത്തിൽ ഉണങ്ങുമ്പോൾ ഈ ചെറിയ പ്രാണിയെ തടയാൻ അത് സഹായിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ആനകള് ഈ മണ്ണും ചെളിയൊക്കെ കുറച്ച് കഴിയുമ്പം ഏതെങ്കിലും മരത്തിൽ കൊണ്ട് വരച്ച് കളയുകയും ചെയ്യും.
അവൻ കുറച്ചു നേരം ചെളിയൊക്കെ വാരിയിട്ട് പിന്നെ ഞങ്ങളെ നോക്കിയത് നിന്നു. ഞങ്ങൾ മാത്രമല്ലാട്ട് ഇവിടെ നിൽക്കുന്നേ, ഇവിടുത്തെ കുറച്ച് കുട്ടികളും പിന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. കുട്ടികളുടെ സംസാരം കേട്ടിട്ടൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ചു നേരം ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് ചെളിയൊക്കെ വാരിയിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന് നോക്കി നിന്ന് അവൻ മെല്ലെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ ചില്ലിക്ക് അവൻ്റെതായിട്ടുള്ള റൂട്ടീനും റൂട്ടും എല്ലാം ഉണ്ട്. ഇവിടെയുള്ളവർക്ക് ആ റൂട്ടും അറിയാം. അതുകൊണ്ട് അവരാരും ഇവൻ നടക്കുന്ന വഴിയിൽ പോയി തടസ്സം നിൽക്കാനോ ഇവൻ്റെ വഴിമുടക്കാനോ ഒന്നും പോകാറില്ല. അതേപോലെ തന്നെ ഇവനാണെങ്കിലും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനോ ഓടിക്കാനോ ഒന്നും പോകാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവിടെയുള്ളവർക്ക് ചില്ലിനോട് ഇത്ര ഇഷ്ടം. അവൻ അവിടെ നിന്ന് നടന്നു വന്ന് ഈ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നിന്നു. ഇവനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കൂ കേട്ടോ. അവൻ്റെ ശരീരം ആ മരത്തേൽ ഉരയ്ക്കാൻ പോവാണ്. നമുക്ക് കാണുമ്പോൾ തോന്നാം ഇത്ര നേരം കഷ്ടപ്പെട്ട് ഈ ചെളിയൊക്കെ വാരിയിട്ടിട്ട് ഇവൻ എന്തിനാ ഇതിപ്പം മരത്തേലൊക്കെ ഉരച്ച് കളയുന്നതെന്ന്. പക്ഷെ അതിൻ്റെ പിന്നിലും കാരണങ്ങളുണ്ട്. ആനകൾ മഡ്ബാത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉരയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആനകളുടെ സ്കിന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചുളിവുകൾ ഉള്ളതുപോലെ തോന്നും. ശരിക്കും ഇത് ആയിരക്കണക്കിന് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും ആയിട്ടുള്ള ചെറിയ ചെറിയ ക്രാക്സ് ആണ്. ഈ ക്രാക്സിൽ 10 മടങ്ങ് കൂടുതൽ മോയ്സ്ചർ ഇവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആനകൾ മണ്ണും ചെളിയൊക്കെ ശരീരത്തിൽ വാരിയിട്ടതിന് ശേഷം ഇതുപോലെ മരത്തേൽ ഉരയ്ക്കുമ്പോൾ ആ മണ്ണും ചെളിയൊക്കെ ആ ക്രാക്കിൽ ഇറങ്ങി ആ ക്രാക്ക് സീൽ ചെയ്യപ്പെടും. ഇങ്ങനെ സീൽ ചെയ്യപ്പെടുന്നതോടുകൂടി ആ മോയ്സ്ചർ അവർക്ക് ശരീരത്തിൽ കുറേ നേരത്തേക്ക് നിലനിർത്താൻ സാധിക്കും. പിന്നീട് ഇവാപ്പറേഷൻ സംഭവിക്കുമ്പോൾ അവരുടെ ബോഡി കൂളായിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. നിങ്ങൾ ഈ വാട്ടർ ബോഡീസിന്റെ അടുത്തും ആനകൾ സ്ഥിരം സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ആനകൾ ഏതെങ്കിലും മരത്തിലൊക്കെ ശരീരം വരച്ചതിന്റെ പാട്. ഇതൊരു തരത്തിൽ ടെറിട്ടറി മാർക്കിംഗ് ആണ്. ടെറിട്ടറി മാർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആനകൾക്ക് ടെറിട്ടറി ഇല്ല. അവർക്കുള്ളത് ഹോം റേഞ്ച് ആണ്. ആനകളുടെ മസ്തകത്തിന്റെ 2 സൈഡിലുമായിട്ട് ടെമ്പോറൽ ഗ്ലാൻസ് ഉണ്ട്. ആനകൾക്ക് മദപ്പാട് സമയത്ത് അവിടെ നിന്ന് മദം ഒലിച്ചു വരും. ആനകൾ ഇങ്ങനെ മസ്തകമൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ അത് അവരുടെ ഒരു കെമിക്കൽ സിഗ്നേച്ചർ കൂടിയാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ട്, ഇത് എൻ്റെ ഏരിയ എന്നുള്ളൊരു സൂചനയാണത്. അവൻ ആ മരത്തിൻ്റെ അവിടെ കുറേ നേരം നിന്ന് അവൻ്റെ ശരീരം ഉരയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും അവിടെ നിന്ന് ഉരയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഉരയ്ക്കും, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഉരയ്ക്കും. അങ്ങനെ കാലൊക്കെ പൊന്തിച്ചൊക്കെ ഇടയ്ക്ക് ഉരയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഈ ചില്ലിക്കൊമ്പൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ആവാനൊരു കാരണം അവൻ്റെ സ്വഭാവം തന്നെയാണ്. അവനായിട്ട് ഈ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അവൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ നെല്ലിയാമ്പതിയിലെ ജോഗ്രഫി അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കൃഷി അങ്ങനെ നെല്ലോ വാഴയൊന്നുമല്ല. ഇവിടെ ഉള്ളതാണെങ്കിൽ തേയിലയും കാപ്പിയൊക്കെയാണ്. അതൊന്നും അവനങ്ങനെ ആവശ്യമില്ല. പിന്നെ അവന് ഇഷ്ടമുള്ളത് ചക്കയും മാങ്ങയൊക്കെയാണ്. അത് പിന്നെ അങ്ങനെ കൃഷിയൊന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കും കുഴപ്പമില്ല. വർഷങ്ങളായിട്ട് അവൻ ഫോളോ ചെയ്തിരുന്ന മറ്റൊരു റുട്ടീൻ ഉണ്ടായിരുന്നു. നവംബർ മുതൽ ഏപ്രിൽ മാസങ്ങളിലൊക്കെയായിരുന്നു സാധാരണയായിട്ട് അവന് മദപ്പാട് കാലം ഉണ്ടാവുന്നത്. ഈ മദപ്പാട് കാലം ആവണമെന്ന് തോന്നുന്ന സമയം അവൻ നെല്ലിയാമ്പതി വിടും. അവൻ്റെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അവനെ വേറെ സ്ഥലത്തെത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ മേറ്റിങ്ങിനൊക്കെ വേണ്ടിയായിരിക്കാം. അവൻ ആളിയാർ വാൽപ്പാറ ആ ഭാഗത്തേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ആനകളുടെ മദപ്പാട് കാലം എങ്ങനെയാണെന്ന് അറിയാലോ. അവൻ്റെ സ്വഭാവം ചിലപ്പം അവന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ടാവാം അവൻ്റെ സ്വന്തം നെല്ലിയാമ്പതിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ ഒരു റൂട്ടീൻ കാരണം അവൻ്റെ മറ്റൊരു മുഖം കാണാൻ നെല്ലിയാമ്പതിക്കാരെ അനുവദിച്ചിട്ടില്ല. ഇവൻ പുറത്തൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കിയതായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ നെല്ലിയാമ്പതിക്കാരെ ഞാൻ ഇങ്ങനെയും കൂടിയാന്ന് ഒരിക്കലും അവനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നെല്ലിയാമ്പതിക്കാർക്ക് ഇവനോട് ഇത്രയും ഇഷ്ടം. നെല്ലിയാമ്പതി എത്തിയാൽ അവൻ വളരെ കാമായ ഒരു ആനയായിരുന്നു.
ഞങ്ങൾ ഈ വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. നമ്മളെ അങ്ങനെ അധികം നേരമൊന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. അധികം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ബഹളമായാലോ എന്ന് വിചാരിച്ച് നമ്മളോട് ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് മാറാൻ പറയും. കൂടുതൽ നേരമൊന്നും അവിടെ നിൽക്കാൻ അങ്ങനെ അനുവദിക്കാറില്ല. പിന്നെ ഇന്നെന്തോ ഞങ്ങൾ മാത്രമേ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളോട് അങ്ങനെ പോകാനൊന്നും പറഞ്ഞില്ല. ആന വളരെ കാമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ സ്വഭാവം മാറാന്നുള്ള രീതിക്ക് ഫോറസ്റ്റുകാർ വളരെ കെയർഫുൾ ആയിട്ടാണ് അവനെ വാച്ച് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അവനെ പ്രവോക്ക് ചെയ്യുന്ന രീതിക്ക് പടക്കം പൊട്ടിക്കുകയോ മറ്റു തരത്തിലൊക്കെ അവനെ ഓടിച്ചു വിടാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഫാക്ടേഴ്സൊക്കെ ശരിക്കും നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പൻ എന്ന ആനയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പം ആനയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നടക്കുമ്പോൾ ഇത് ശരിക്കും നമുക്കൊരു എക്സാമ്പിളായി പറയാം. ഇവിടുത്തെ ഈ ആളുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പിന്നെ പ്രത്യേകിച്ച് ഈ ആനയും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ. ഇനി ഇതുപോലെ ആന ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ വെച്ചായിരുന്നു ഞങ്ങൾ ചില്ലിക്കൊമ്പനെ അവസാനമായി കാണുന്നത്. പിന്നീടൊരു രാത്രി അവൻ ചെരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അവനെ അറിഞ്ഞ ആർക്കും അത് താങ്ങാവുന്ന ഒരു വാർത്തയായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവനെ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു അവൻ. ഇവന്റെ മരണവാർത്ത ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവൻ നെല്ലിയാമ്പതിയിൽ നിന്ന് സാധാരണ പോകുന്നത് ഇവിടുത്തെ ചക്കയുടെ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ്. ഇപ്രാവശ്യം എന്തുകൊണ്ടോ അവൻ നേരത്തെ ഇവിടെ നിന്ന് പോയി. എന്താ കാരണം എന്നറിയില്ല. മിക്കവാറും എന്തെങ്കിലും ആനയൊക്കെ ആയിട്ട് ഫൈറ്റ് കൂടിയിട്ടൊക്കെ ആയിരിക്കാം. അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു ഫൈറ്റിൽ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന്. പിന്നെ 3-4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ആ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കാം കനാലിലെ വെള്ളത്തിൽ നിന്ന് അവന് തിരിച്ചു കയറാൻ പറ്റാത്തതും അവന് ഒഴുക്കിപ്പെട്ടു പോയതും. നെല്ലിയാമ്പതിയിലെ മാവും പ്ലാവും അവന് പ്രിയപ്പെട്ട ആ വഴികളും ബാക്കി വച്ചാണ് അവൻ പോയത്. ഇനി അവനെപ്പോലെ ഒരു ആന ഈ വഴികളിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ സമയത്തിന് മാത്രമേ അതിന് മറുപടി നൽകാനാകൂ. ആ കാട്ടുപാതകളിൽ അവനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആർക്കും അവൻ വെറും ഒരു കാട്ടാനയായിരുന്നില്ല. ഒരിക്കൽ കൂടി ചില്ലിക്കൊമ്പന് പ്രണാമം.